പ്രമുഖ മാധ്യമ പ്രവർത്തകനും അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ TV ഡിജിറ്റൽ ഹെഡുമായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ വിട്ടുകൊണ്ട് ഏഷ്യാനെറ്റിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് കുറേ നാളുകളായിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ വിട്ടുകൊണ്ട് ഏഷ്യാനെറ്റിൽ എത്തിയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതിനു മുന്നേ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഏഷ്യാനെറ്റിൽ പലതരത്തിലുമുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നത്. അതിലൊരു തുടക്കം തന്നെയാണ് ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഈ ഒരു വരവെന്ന് പറയുന്നത്. നമുക്കറിയാം, റിപ്പോർട്ടർ ചാനലിൽ ഉണ്ണി ബാലകൃഷ്ണൻ അതോടൊപ്പം തന്നെ അരുൺ, സ്മൃതി, അതോടൊപ്പം തന്നെ സുജയ പാർവതി, ഇവർ തമ്മിലുള്ള ഇപ്പോൾ അടി നടക്കും എന്ന മട്ടിലുള്ള ചർച്ചകളൊക്കെ തന്നെ, ഭയങ്കര തീപ്പൊരിയായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ഒരാൾ കോൺഗ്രസ് പക്ഷം, ഒരാൾ കമ്മ്യൂണിസ്റ്റ് പക്ഷം, ഒരാൾ BJP പക്ഷം എന്ന തരത്തിൽ വേർതിരിച്ചു കൊണ്ടുള്ള ഒരു വെറൈറ്റി ചർച്ചയാണ് റിപ്പോർട്ടർ ചാനലിൽ നടക്കുന്നത്. അതായത് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല തരത്തിലുമുള്ള പൊടിക്കൈകളും ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും അത് പരമാവധി വർക്കൗട്ട് ആക്കാനായിട്ട് വളരെ കൃത്യമായി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ എത്തിയിരിക്കുന്നത്. ഇത് റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇത് ഉണ്ണി ബാലകൃഷ്ണനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല റിപ്പോർട്ടർ ചാനൽ എന്നുള്ളതും വാസ്തവം തന്നെയാണ്. അതായത് ഈ പറയുന്ന തരത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ മാത്രമല്ല, പലരും വൈകാതെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ നിന്നും ചാടാനായിട്ടുള്ള സന്ദർഭം ഒരുങ്ങി വരികയാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പേരെന്ന് പറയുന്നത് സുജയ പാർവതിയുടെ പേര് തന്നെയാണ്. സുജയ ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിന് ഒരുപാട് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ സുജയ പാർവതി ആയാൽ പോലും ഏഷ്യാനെറ്റിലേക്ക് ചാടാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഉണ്ണി ബാലകൃഷ്ണന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കൊഴിഞ്ഞു പോക്ക് റിപ്പോർട്ടർ ചാനലിൽ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വാസ്തവമാണ്. കാരണം ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഈ ഒരു വേർതിരിച്ചുള്ള ഒരു ചർച്ചകൾ തന്നെയാണ്. അതായത് ഈ പറയുന്ന തരത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ, സ്മൃതി പരുത്തിക്കാട്, അതുപോലെ തന്നെ അരുൺ, സുജയ പാർവതി, ഈ 4 പേരും തന്നെയായിരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ബലം അല്ലെങ്കിൽ ഒരു ആണിക്കല്ലെന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ കൊഴിഞ്ഞു പോക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിന്റെ റേറ്റിംഗ് കുറയാനായിട്ടുള്ള സാധ്യതകൾ വരും നാളുകളിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റിൽ കൊണ്ടുവന്നതിൽ പിന്നാലെ ഏഷ്യാനെറ്റിലും ഒരു അഴിച്ചുപണി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. അതായത് നിലവിൽ ഏഷ്യാനെറ്റിലുള്ള സിന്ധു സൂര്യകുമാർ അങ്ങനെ തുടങ്ങിയ ചിലരൊക്കെ തന്നെ ഏഷ്യാനെറ്റിൽ നിന്നും മാറാനായിട്ടുള്ള അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ നിന്നും പുറത്താക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ്. അങ്ങനെ സംഭവിക്കുന്ന ഘട്ടത്തിൽ നിലവിൽ റിപ്പോർട്ടർ ചാനലിലുള്ള സുജയ പാർവതിയെ ഏഷ്യാനെറ്റിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ടും നീക്കങ്ങൾ പലതരത്തിൽ നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിന് ഒരു വലിയ നേട്ടമായി മാറുകയും റേറ്റിംഗിൻ്റെ കാര്യത്തിൽ ഇനിയും വളരെ വലിയ തോതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും. സത്യത്തിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു തിരിച്ചടി ലഭിക്കാൻ പോകുന്നത് റിപ്പോർട്ടർ ചാനൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിനങ്ങളിൽ തീർച്ചയായിട്ടും പല തരത്തിലുമുള്ള ഒഴിഞ്ഞു പോക്കലുകളും ഈ പറയുന്ന തരത്തിൽ നിലവിൽ ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണന്റെ ഏഷ്യാനെറ്റിലേക്കുള്ള വീണ്ടുമുള്ള ഒരു റീ എൻട്രി എന്ന് തന്നെ പറയാം. ആ ഒരു എൻട്രി അത് എത്രത്തോളം ഏഷ്യാനെറ്റ് മുതലാക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റിൽ നിന്നും കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ആളുകളും ഉണ്ട് എന്നുള്ളതും വാസ്തവം തന്നെ. അത് എത്രത്തോളം വേഗത്തിൽ സംഭവിക്കുമെന്നും ഇനിയും റിപ്പോർട്ടറിൽ നിന്ന് ഉണ്ണി ബാലകൃഷ്ണന് പിന്നാലെ സുജയ പാർവതിയെ പോലുള്ള മാധ്യമ പ്രവർത്തകയും ഏഷ്യാനെറ്റിലേക്ക് തന്നെ തിരികെ എത്താനായിട്ടുള്ള വളരെ വലിയ തോതിലുള്ള അണിയറ നീക്കങ്ങളും ഉണ്ണി ബാലകൃഷ്ണന് പിന്നാലെ ഉണ്ടാകാൻ പോകുന്ന സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്ന കാര്യം ഉറപ്പാണ്.